9:13 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണെന്ന്. അതായത് കർത്താവായ യേശു ക്രിസ്തു മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പിശാചിന്മേൽ കർത്താവ് ജയം എടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു സ്വർഗരാജ്യം അവകാശമാക്കുക, എല്ലാവരും സ്വർഗരാജ്യം അവകാശമാക്കുക എന്നാണ് കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൗതികമായ കാര്യങ്ങൾ തരുന്നതിനോ അല്ലെങ്കിൽ സൗഖ്യപ്പെടുത്താനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുകയും കർത്താവുടെ ആത്മബന്ധം പുലർത്തുകയും ചെയ്യുന്നവർക്ക് സൂപ്പർ നാച്ചുറൽ മിറക്കിൾ എന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു അവിടെ നിന്നെല്ലാം സൗഖ്യമാക്കുന്നു, ദൈവം അനുഗ്രഹം കൊടുക്കുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് സ്വർഗരാജ്യം ഓരോരുത്തരും പ്രാപിക്കുക എന്നുള്ളതാണ്. അതിനായി പാപത്തെ വെറുത്ത് ജീവിക്കാനുള്ളൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു. പാപത്തെ വെറുത്ത് ജീവിക്കാനുള്ള ഒരു ചിന്താഗതി. അതിനായി കർത്താവായ യേശു ക്രിസ്തുവോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആ ഒരു ദൈവത്തെ കൂടുതൽ അറിയുവാനും ധാരാളം ബൈബിൾ വായിക്കുവാനും കർത്താവുടെ ആത്മബന്ധത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ലോക ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള പാതയിൽ കൂടി മുന്നോട്ട് പോകുവാനും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആ സ്വർഗരാജ്യം പ്രാപിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് കർത്താവായ യേശു ആഗ്രഹിക്കുന്നത്. അതിനായി നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുകയും കർത്താവുമുള്ള ഒരു ആത്മബന്ധത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം.